മൈ ഡിയേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ ബേസിക് സയൻസിലെ 9th ചാപ്റ്റർ ആണ് ചേർക്കാം, പിരിക്കാം, മിക്സ് ആൻഡ് സെപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. ആ ഒരു യൂണിറ്റിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതിനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ മക്കളെല്ലാവരും ആ ഒരു ചാപ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ശുദ്ധപദാർത്ഥങ്ങളെ പറ്റിയും മിശ്രിതങ്ങളെ പറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിലോ, ഒരു കൽക്കണ്ടം എടുക്കും. ഈ കൽക്കണ്ടം എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും കൽക്കണ്ടം എന്ന് പറയുന്നത് ഒരു ശുദ്ധ പദാർത്ഥമാണ്, അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇനി അതേ കൽക്കണ്ടം നമ്മൾ അടിച്ച് ഇങ്ങനെ ഇടിച്ച് നമ്മൾ എന്താണ് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ജലം നിങ്ങൾ കൺസിഡർ ചെയ്തേ. ആ ജലത്തിനകത്ത് ഇപ്പം സാധാരണ വെള്ളത്തിന്റെ തന്മാത്രകളും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ നമ്മുടെ കൽക്കണ്ടം ഇങ്ങനെ പൊടിച്ച് വെച്ചതുകൊണ്ട് തന്നെ കൽക്കണ്ടത്തിന്റെ തന്മാത്രകളും ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും, ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മിശ്രിതം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കേട്ടോ? അപ്പം സാധാരണ കൽക്കണ്ടം എന്ന് പറയുന്ന ഒരു ശുദ്ധപദാർത്ഥമായിരുന്നു, പക്ഷെ ആ കൽക്കണ്ടം ഇപ്പോൾ എന്തായി മാറി? ഒരു മിശ്രിതമായിട്ട് മാറി. ഇഫ് ദർ ആർ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദ സബ്സ്റ്റൻസ്, ഇറ്റ് ഈസ് കോൾഡ് എ മിക്സ്ചർ. ഓക്കെ. ഇനി അതുകൂടാതെ ഈ മിശ്രിതം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഹോമോജീനസ് ഉണ്ട്, ഹെറ്ററോജീനസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പദാർത്ഥങ്ങളുടെ തന്മാത്രകളെ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പദാർത്ഥങ്ങളെ നമുക്ക് എങ്ങനെ വേർതിരിച്ചെടുക്കാന്നാണ് നോക്കുന്നത്. അപ്പം മിസ് ഇതാണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ ഇതാണ്ട് 2 ഗ്ലാസ് മക്കൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഒന്നാമത്തെ ഗ്ലാസ്സിൽ മിസ് എന്താ ചെയ്തതെന്ന് അറിയാവോ? നമ്മുടെ മണലില്ലേ, സാൻഡും അതുപോലെ തന്നെ വാട്ടറും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഈ ഒന്നാമത്തെ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്ലാസ്സിലെ മിസ് സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തതിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സാൾട്ടും അതുപോലെ തന്നെ വാട്ടറുമാണ് ഉള്ളത്. ഇനി ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മുടെ എ എന്ന് പറയുന്ന ആ ഒരു ഗ്ലാസ്സില് നമുക്ക് ഇത് നല്ലോണം ഡിസോൾവ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ മണല് ഈ വെള്ളത്തിൽ നല്ലോണം ഡിസോൾവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നല്ലോണം ഡിസോൾവ് ചെയ്തിട്ടില്ല. ഈ മണലൊക്കെ എന്ത് ചെയ്തിരിക്കുവാണ്? മണലൊക്കെ ഇതാണ്ട് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ അടിഞ്ഞുകൂടി വെച്ചേക്കുവാണ് അല്ലെ. ഇനി രണ്ടാമത്തെ ബീക്കർ എടുത്താലോ, രണ്ടാമത്തെ ആ ഒരു ഗ്ലാസ് എടുത്താൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഉപ്പെന്ന് പറയുന്ന ആ ഒരു വെള്ളത്തിൽ നല്ലോണം ഡിസോൾവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ എ എന്ന് പറയുന്ന ഈ ഒരു ഗ്ലാസ്സിൽ നിന്നും മണൽ എങ്ങനെ വേർതിരിക്കാം എന്ന് നമുക്ക് നോക്കണം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ മണൽ നമുക്ക് വേർതിരിക്കാൻ നമ്മൾ നോർമലി ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറ്റും. കാരണം അതിന്റെ മുകളിൽ കാണുന്ന ഈ പറയുന്ന ജലം എന്താണ്? ഒന്ന് ഊറ്റിക്കളഞ്ഞാൽ മതി. അങ്ങനെ ഊറ്റിക്കളയണമെങ്കിൽ നമ്മൾ അതുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന മണൽ ഇങ്ങനെ താഴെ എന്ത് ചെയ്യണം? സെഡിമെന്റ് ചെയ്യണം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരു വസ്തു ഇങ്ങനെ താഴെ ഇങ്ങനെ സെഡിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ താഴോട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടുന്നത്? എന്തുകൊണ്ടായിരിക്കും? ആ രണ്ട് വസ്തുക്കൾക്ക് തമ്മിലുള്ള ഭാരവ്യത്യാസമായിരിക്കും. അപ്പം ഭാരവ്യത്യാസങ്ങൾ ഇതുപോലെ രണ്ട് വ്യത്യസ്ത ഭാരമുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അവയെ തമ്മിൽ വേർതിരിക്കാൻ എന്താണ് നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ, മണല് താഴെ അടിയുമ്പോൾ മുകൾ ഭാഗത്തുള്ള തെളിഞ്ഞ വെള്ളം ഊറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. മണലിന്റെ തന്മാത്രകൾക്ക് വെള്ളത്തിന്റെ തന്മാത്രകളെക്കാൾ ഭാരം കൂടിയത് കൊണ്ടാണ് ഇത് താഴെ അടിയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഭാരം കൂടുതലാണ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് നിങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ അത് ഓർത്തിരിക്കണം. അപ്പൊ ഇങ്ങനെ ഭാരവ്യത്യാസമുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലാണ് ഇങ്ങനെ മിക്സ് ആവുന്നതെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് തെളിയൂറ്റൽ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തെ ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? യെസ്, ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് നമ്മുടെ തെളിയൂറ്റൽ അല്ലെങ്കിൽ ഡിക്കാന്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ദ ക്ലിയർ ലിക്വിഡ് എബോവ് ആഫ്റ്റർ സെഡിമെന്റേഷൻ ഓഫ് ദി കോമ്പോണന്റ് ഓഫ് എ മിക്സ്ചർ. ഓർത്തിരിക്കാം. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന മണലുമായിട്ട് മിക്സ് ആക്കിയിരിക്കുന്ന ആ വെള്ളത്തിനെ നമ്മൾ ഇതാ ആ മുകൾ ഭാഗത്തെ വെള്ളം നമ്മൾ എന്ത് ചെയ്തു? ഊറ്റിയെടുത്തു. പക്ഷെ അത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടത്തില്ല അല്ലെ. അതിനെ വീണ്ടും നമുക്ക് ക്ലിയർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മെത്തേഡിലൂടെ നമ്മൾ എന്താണ് ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കും അല്ലെ. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ആദ്യം ഇതാ ഫണല് തന്നിട്ടുണ്ട്, പിന്നെ ഫിൽട്ടർ പേപ്പർ ഉണ്ട്, തുണിക്കഷ്ണമുണ്ട്, ചായന്റെ അരിപ്പയുണ്ട്, വട്ടിയുണ്ട്. ഇവിടെയൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവ തമ്മില് നമുക്ക് എന്താണ് ചെറിയ
സുഷിരങ്ങളുടെ വലുപ്പ വ്യത്യാസം വേറെ വേറെയാണല്ലേ. അരിപ്പയിൽ ഉണ്ടാവുന്ന ആ ഒരു സുഷിരങ്ങളുടെ വലുപ്പവും നമ്മുടെ ഫിൽട്ടർ പേപ്പറിൽ ഉണ്ടാവുന്ന സുഷിരങ്ങളുടെ വലുപ്പവും നമ്മുടെ തുണിക്കഷ്ണത്തിൽ ഉണ്ടാകുന്ന സുഷിരങ്ങളുടെ വലുപ്പവും എന്താണ്? വ്യത്യാസമാണ്. അപ്പൊ ഇങ്ങനെ ചെറിയ സുഷിരങ്ങളിലൂടെ കടത്തി വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? വീണ്ടും നമ്മുടെ ആ ഒരു ദ്രാവകത്തെ നമ്മൾ കുറച്ചും കൂടി പ്യൂറാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ഒരു മാർഗത്തെ വിളിക്കുന്ന പേരാണ് അരിക്കൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിൽട്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഫിൽട്രേഷൻ എന്താന്ന് ചോദിച്ചാൽ മക്കൾ പറയണം, ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ ഓഫ് എ മിക്സ്ചർ യൂസിങ് സീവ്. ഓക്കെ, അപ്പൊ അരിപ്പ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പരിപാടിനെയാണ്, അത്തരമുള്ള സെപ്പറേഷനെയാണ് നമ്മൾ ഫിൽട്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ കുറേ സിറ്റുവേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ലേ. നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ പൊടി എന്താണ്, ഇതാ ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അരിപ്പ ഉപയോഗിച്ച് ഇങ്ങനെ 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 ആക്കിയിട്ടാണ് നമ്മുടെ അമ്മമാര് ആ പലഹാരം നമുക്ക് ഉണ്ടാക്കാനുള്ള പാകത്തിന് ആ ഒരു പൊടീനെ സെറ്റാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മൾ ഇതാണ്ട് ഫിൽറ്റർ പേപ്പർ ഇതാണ്ട് നമ്മുടെ എന്താണ് അരിപ്പയ്ക്കകത്തേക്ക് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ അരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ലൊരു സൊല്യൂഷൻ, കുറച്ചും കൂടി നല്ലൊരു വെള്ളം നമുക്ക് സെറ്റാക്കി കിട്ടും അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഇതാ മണലും ഒക്കെ എന്താണ് അരിക്കാനും നമ്മൾ വലിയ അരിപ്പയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപ്പുവെള്ളം എങ്ങനെയായിരിക്കും? ഉപ്പുവെള്ളം നേരത്തെ നമ്മൾ 2 ഗ്ലാസ് എടുത്തായിരുന്നു, അതിനകത്ത് ഒന്ന് നമ്മൾ മണലായിരുന്നു, ഒന്ന് നമ്മൾ ഉപ്പായിരുന്നു. അപ്പൊ ആ ഉപ്പിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, പക്ഷേ നമുക്ക് ആ ഉപ്പിനെ എങ്ങനെയാണ് വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുക? അപ്പൊ അതിനുള്ളൊരു മെത്തേഡാണ്, ചുമ്മാ ആലോചിച്ചാൽ തന്നെ മതി, ആ ഉപ്പുവെള്ളത്തിനെ ഒന്ന് ചൂടാക്കിയാൽ മതി. ആ ഉപ്പുവെള്ളത്തിനെ ചൂടാക്കുന്ന സമയം നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കിയാൽ മതി. ഈ ഉപ്പുവെള്ളത്തിനെ ചൂടാക്കുന്ന സമയം എന്താണ്? ആ വാട്ടർ വേപ്പറൊക്കെ ഇതാ നീരാവിയായിട്ട് എന്താണ് മുകളിലേക്ക് പോകും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ബാക്കി ഇതാണ്ട് ഉപ്പ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ബാക്കി ഇതാ സാൾട്ട് മാത്രം നമുക്ക് ഈ ഒരു സ്പൂണിൽ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ പണ്ട് കാലത്ത് അല്ലെങ്കിൽ കുറേ അളവിൽ നമുക്ക് ഇങ്ങനെ ഉപ്പ് വേർതിരിച്ചെടുക്കണമെങ്കിൽ ഈ കടൽവെള്ളം എന്ത് ചെയ്യും? കടൽവെള്ളം ഇതാ ഇതുപോലെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നമ്മളിങ്ങനെ കടൽവെള്ളം ഇങ്ങനെ വെക്കും. എന്നിട്ട് ആ കടൽവെള്ളത്തിൽ നിന്ന് എന്തായിരിക്കും നമ്മുടെ വെള്ളമെല്ലാം കൂടി സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ നീരാവിയായിട്ട് മുകളിലേക്ക് പോകും. എന്നിട്ട് ബാക്കിയുള്ള സാൾട്ട് മൊത്തം എന്താണ് അവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടും. അതാണ് ഈ ചേട്ടൻ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വാരി വാരി എടുക്കുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബാഷ്പീകരണം എന്ന് പറയുന്നത്. അതായത് ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിന്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് നമ്മുടെ ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, താപം സ്വീകരിക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് കൂട്ടുകാർ ഓർത്തിരിക്കുക കേട്ടോ. ഇവാപറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് അബ്സോർബ് ഹീറ്റ് ആൻഡ് ഗെറ്റ് കൺവേർട്ടഡ് ടു വേപ്പർ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഏറ്റവും ആദ്യം നമ്മൾ എങ്ങനെയാ പഠിച്ചത്? വസ്തുക്കളുടെ ഭാരവ്യത്യാസം അനുസരിച്ചാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ സെപ്പറേറ്റ് ചെയ്യും. പിന്നീട് നമ്മൾ അരിപ്പ ഉപയോഗിച്ച വസ്തുക്കളുടെ വലിപ്പ വ്യത്യാസം നോക്കിയിട്ട് നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. പിന്നെ ഇതാണ്ട് നമ്മൾ താപം ആഗിരണം ചെയ്ത് നമ്മൾ എങ്ങനെ ആ ഒരു മിശ്രിതത്തിലെ ഘടകങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി അതേസമയം നമ്മൾ ഇനി വേറൊരു രീതിയും കൂടി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കാന്തം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സെപ്പറേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പൊ അതും കൂട്ടുകാർ ഓർത്തിരിക്കുക. ഇരുമ്പ് പൊടിയൊക്കെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത്? കാന്തം അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഈ മണലിൽ ഈ ഒരു മണ്ണിന്റെ ഉള്ളിൽ എന്താണ് കുറച്ച് ഇരുമ്പ് പൊടിയൊക്കെ ഉണ്ട്. ആ ഇരുമ്പ് പൊടിയൊക്കെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊണ്ടുവരും? ഇതാണ്ട് ഇതിന്റെ അടുത്തേക്ക് നമ്മളൊരു കാന്തം കൊണ്ടുവരും. അപ്പൊ കാന്തം കൊണ്ടുവരുന്ന സമയത്ത് ആ കാന്തത്തിലേക്ക് എന്തായിരിക്കും? നമ്മുടെ ഇരുമ്പ് പൊടി എല്ലാം കൂടി അട്രാക്ട് ചെയ്യും, ആകർഷിക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾ പറയണം, ആകർഷണ ശേഷി ഉള്ളത് കൊണ്ടാണ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന സെപ്പറേറ്റ് ചെയ്യേണ്ട മെത്തേഡ്സിനെ പറ്റി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. 4 മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഈ 4 മെത്തേഡ്സും അങ്ങനെ ആ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതിന് കാരണങ്ങൾ മക്കൾ എന്ത് ചെയ്യുക? ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.